പുനർജനി കേസിൽ പരാതിക്കാരൻ ഇ ഡി ഓഫീസിൽ ഹാജരായി. കൂടുതൽ തെളിവുകൾ കൈമാറുമെന്ന പരാതിക്കാരൻ ജേസൺ പാനിക്കുളങ്ങര. പണം പിരിച്ചതായി വി ഡി സതീശൻ സമ്മതിക്കുന്ന തെളിവുകൾ കൈമാറും. ഇത് രണ്ടാം തവണയാണ് ജേസൺ പാനിക്കുളങ്ങരയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് രേഖാമൂലം നോട്ടീസ് തരാതെയാണ് ഹാജരാകാൻ പറഞ്ഞിരുന്നത് 3 മാസം മുമ്പ്. അന്ന് ഞാൻ കുറേ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള നോട്ടീസ് ഇന്ന് രാവിലെ 10:30 ഹാജരാകാനായിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനിയും പരമാവധി തെളിവുകൾ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ഹാജരാകുന്നതിൽ എൻ്റെ ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കൂടി കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയതായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വി ഡി സതീശൻ പൈസ വാങ്ങി എന്ന് സമ്മതിക്കുന്ന പുതിയ വീഡിയോ ഇന്ന് നമ്മൾ ഇ ഡിക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോപ്പി അവർ സമ്മതിച്ചാൽ ഇത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് തരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഏത് തരത്തിലാണ് മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നത്? കൂടുതൽ തെളിവുകൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്ന് തന്നെയാണ് പരാതിക്കാരൻ പറയുന്നത്, അല്ലേ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം ഊടുന്നു എന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് വീണ്ടും ഈ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ മെയ് 16-നായിരുന്നു ജേസൺ പാനിക്കുളങ്ങരയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. പ്രധാനമായും ദൃശ്യങ്ങൾ അടങ്ങുന്ന തെളിവുകളാണ് ഇന്ന് പാനിക്കുളങ്ങര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, വിദേശങ്ങളിൽ എത്തി എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് തന്റെ കൈവശമുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു തെളിവാകും. ഈ ദൃശ്യങ്ങളാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈമാറുന്നത് എന്നും ജേസൺ പാനിക്കുളങ്ങര മൊഴി നൽകാൻ എത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു. വിദേശത്ത് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തണമെങ്കിൽ അതിന് RBIയുടെ അനുമതി വേണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ RBIയുടെയോ അനുമതി ഇല്ലാതെ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടും ഫെമ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പണപ്പിരിവ് നടന്നത് എന്ന കാര്യമാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ FIRന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ജൂലൈയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ നിരവധി തെളിവുകൾ ജേസൺ പാനിക്കുളങ്ങര നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ കൂടി കൈമാറുന്നത്. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയതാണ് പുനർജനി പദ്ധതി. പ്രധാനമായും ദുരിതബാധിതർക്ക് വീടുകൾ വെച്ചു നൽകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടി എന്നതിനായിരുന്നു ഈ പണം സമാഹരിച്ചത്, വിദേശങ്ങളിലടക്കം എത്തിക്കൊണ്ട് പണം സമാഹരിച്ചത്. എന്നാൽ ഇതിന് കൃത്യമായ കണക്കുകളില്ല. എങ്ങനെയാണ് ഈ പണം വിനിയോഗിച്ചത് എന്നതിന് യാതൊരു തെളിവുകളുമില്ല എന്ന കാര്യവും പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.